ഹലോ, ഒരു വിഷു സ്പെഷ്യൽ ക്രാഫ്റ്റ് വർക്കുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ ആർക്ക് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എൻ്റെ മോൻ്റെ പഴയ സ്ലേറ്റ് ഉപയോഗിച്ചാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ ഈ സ്ലേറ്റ് ടിഷ്യൂ പേപ്പർ വെച്ച് മുഴുവനായും കവർ ചെയ്തെടുക്കണം. ഞാൻ 2 ലെയറായിട്ട് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അതായത് ആദ്യത്തേത് ഉണങ്ങിയതിന് ശേഷം രണ്ടാമതൊന്നുകൂടി നമ്മൾ ബോട്ടിൽ ആർട്ടിലൊക്കെ ചെയ്യുന്നത് പോലെ. ഈ സ്ലേറ്റിന് പകരം വല്ല ഹാർഡ് ബോർഡ് പീസ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ 2 ലെയർ മുഴുവനായും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉണങ്ങാനായിട്ട് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ആലിലയാണ്, അതേപോലെ എംസിയിലും. ക്ലേ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ എംസിയിൽ വെച്ചാണ് ചെയ്യുന്നത്. ഈ എംസിയിൽ കൊണ്ട് ആലിലയുടെ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എംസിയിൽ മിക്സ് ചെയ്യാനായിട്ട് ഒരു ടാൽക്കം പൗഡർ എടുത്തു. എംസിയിൽ കൊണ്ടുള്ള ക്രാഫ്റ്റ് വർക്ക്സ് ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട്. ഇതുവരെ വീഡിയോ കാണാത്തവർ താഴെ ഒന്ന് പോയി കണ്ടു നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അറിയിക്കണം. എംസിയിൽ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം ഈ ആലില വെച്ചുകൂടി അതിൻ്റെ മേലെ വെച്ച് പരത്തി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആ വെയിൻസൊക്കെ അതിനകത്ത് വരുന്നതായിരിക്കും. അതിനുശേഷം ഒരു കത്തി വെച്ച് അല്ലെങ്കിൽ പേപ്പർ കട്ടർ വെച്ച് നമുക്ക് അത് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ സ്ലേറ്റിൻ്റെ അതിനകത്തേക്ക് ഇത് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചെറിയൊരു ഓടക്കുഴലാണ്. ഇത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ആ എംസിയിൽ ഒന്ന് റോൾ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഈ ഷേപ്പിൽ വരുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് ഈ ആലിലയുടെ കുറുകയായിട്ട് അത് ഒട്ടിച്ചു കൊടുക്കാം. ഓടക്കുഴലിന് സൈഡിൽ ഉണ്ടാവുന്ന ആ ഒരു നൂല് പോലെയുള്ള ഭാഗമാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. സെയിം 2 ഭാഗത്തും ഉണ്ടാക്കി കൊടുക്കുക. ഞാനിപ്പോൾ വീഡിയോയിൽ അത് കാണിക്കുന്നില്ല, വീഡിയോ വളരെ ലെങ്തി ആയി പോകും. അതുകൊണ്ട് ഒരു ഭാഗത്ത് ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട്, അതേപോലെ അടുത്ത സൈഡിലും ഉണ്ടാക്കുക.
ഇനി നമുക്ക് കുറച്ച് പൂക്കൾ ഉണ്ടാക്കി കൊടുക്കാം, കൊന്നപ്പൂക്കളുടെ ആ ഒരു ഷേപ്പിൽ. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച എംസിയിൽ തന്നെയാണ്. കൂടുതലായിട്ട് ഒന്നിച്ച് മിക്സ് ചെയ്യരുത്, ആവശ്യത്തിനനുസരിച്ച് മിക്സ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഹാർഡായി പോകാൻ സാധ്യതയുണ്ട്. 1-2 കുഞ്ഞു ശാഖകൾ പോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുത്ത് ഓരോ പെറ്റൽസ് ആക്കി ഉണ്ടാക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഇതിനു വേണ്ടി ടൂൾസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. എല്ലാവരുടെ കയ്യിൽ ഇപ്പോൾ ടൂൾസ് ഒന്നും ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ കൈ കൊണ്ട് തന്നെ പരത്തി കൊടുക്കുക. അതായത് ഓരോ ചെറിയ ബോൾസ് ആക്കി ഉണ്ടാക്കിയെടുത്ത് അതൊന്ന് പ്രസ് ചെയ്ത് നമുക്ക് ഓരോ പെറ്റൽ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ ഒരു സൈഡിൽ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് നമുക്കൊരു ദിയ ഉണ്ടാക്കാം. ഞാൻ ഈ എംസിയിൽ പരത്തി ഡയറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഡയറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മളിപ്പോൾ ആലിൽ കട്ട് ചെയ്തതുപോലെ നമുക്കിപ്പോൾ ഈ ദിയയുടെ ഷേപ്പ് പേപ്പറിൽ വരച്ചെടുത്ത് ഇതിൻ്റെ മേലെ വെച്ച് അങ്ങനെയും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി വൈറ്റ് കളർ ആക്രിലിക് പെയിന്റ് കൊണ്ട് ഇത് മുഴുവനായിട്ട് കവർ ചെയ്തെടുക്കാം. വൈറ്റ് കളർ ഡ്രൈ ആയതിനു ശേഷം ഞാനിപ്പോൾ സ്കൈ ബ്ലൂ കളറാണ് ഇവിടെ ചെയ്തു കൊടുക്കുന്നത് ബാക്ക്ഗ്രൗണ്ടായിട്ട്. ഇപ്പോൾ ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ ഇപ്പോൾ ലീഫിൻ്റെ ഒക്കെ ആ ഒരു കളർ എടുത്ത് കാണിക്കാനായിട്ട് ഞാനിപ്പോൾ സ്കൈ ബ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. അതൊരു സ്പോഞ്ച് വെച്ചിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്.
ആലില കളർ ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് സാപ്പ് ഗ്രീൻ കളറാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ വെയിൻസൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനായിട്ട് ഞാൻ ലെമൺ യെല്ലോ കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഗോൾഡൻ യെല്ലോ വെച്ച് കൊന്നപ്പൂവൊക്കെ ഒന്ന് കളർ ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ തണ്ടാണ് കളർ ചെയ്തെടുക്കുന്നത്. അത് ലൈറ്റ് ഗ്രീൻ യൂസ് ചെയ്തിട്ട് കളർ ചെയ്തെടുക്കാം. അതേപോലെ തന്നെ കൊന്നപ്പൂവിൻ്റെ നടുക്കു ഭാഗത്തുള്ള ആ നാരു പോലെയുള്ള അതും ലൈറ്റ് ഗ്രീൻ വെച്ച് കളർ ചെയ്തെടുക്കാം. ഇനി ദിയ കളർ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ബേൺഡ് സി തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബ്രൗൺ കളറും ഉപയോഗിക്കാം. മേലെ ദീപം തെളിഞ്ഞു നിൽക്കുന്നതിന് ഗോൾഡൻ യെല്ലോ കളറും ഓറഞ്ച് കളറും കൂടി ചേർത്ത് കൊടുത്തു. ഇനി ഓടക്കുഴൽ പെയിൻറ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഗോൾഡൻ കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓരോ ഹോള് വരുന്ന ഭാഗത്തും റെഡ് കളറും യൂസ് ചെയ്യാം.
ഇനി ഞാൻ ഈ സ്കൈ ബ്ലൂ വെച്ച് ബാക്കി ഒഴിഞ്ഞെടുക്കുന്ന ഭാഗത്തൊക്കെ കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ മേലെ ചെറുതായിട്ട് ഞാൻ സിൽവർ കളർ കൊണ്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ വളരെ എളുപ്പത്തിലുള്ള ഈ ക്രാഫ്റ്റ് വർക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്